മുറിവേൽപ്പിച്ചത്. എന്നെ മുറിവേൽപ്പിച്ച എൻ്റെ സ്ത്രീത്വത്തെ അപമാനവും തന്നെ ഞാനന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത്രയും പേരുടെ മുന്നിൽ എൻ്റെ കുടുംബക്കാരെല്ലാം നോക്കിയിരിക്കുമായിരുന്നിരിക്കും, എല്ലാവരും ലോകരും മുഴുവൻ നോക്കിയിരുന്നപ്പോഴാണ് എന്നെ അങ്ങനെ. അതായത് വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നങ്ങളുണ്ടായ അങ്ങനെ ഒരു പേരിട്ടാലും എനിക്ക് ചിലപ്പം ക്ഷമിക്കേണ്ടി വന്നില്ല. പക്ഷെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ലോകരുടെ എല്ലാവരും മുന്നിൽ ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. സത്യമായിട്ട് ഞാൻ നെവിൻ പറയുന്നത് തമാശയ്ക്ക് പറയുന്ന പോലെ ഉരുകിയെന്നല്ല, ഞാൻ ഉള്ളു നീറിപ്പോൾ. എൻ്റെ മൂത്ത മോൻ അറിവുണ്ട്, അവനും അവൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി ബിഗ് ബോസ്. അത് ഭയങ്കര വിഷമമായിപ്പോയി. ബിഗ് ബോസ് എനിക്ക് 2 ദിവസം സമയം തന്നായിരുന്നു. എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല, അതിൻ്റെ പേരിൽ എന്ത് വന്നാലും എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. കാരണം അത്രയ്ക്ക് മുറിവായിപ്പോയി. എന്നെ മിക്കവരും ഇവിടെ ആൾക്കാരൊക്കെ എന്നോട് പറയുന്നുണ്ട് ക്ഷമിക്കും. കുറച്ച് പേരേ ഉള്ളൂ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ചേച്ചിയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് ചെയ്യും. എൻ്റെ മനസ്സിനെ മുറിവേറ്റ ആ മുറിവ് അത് ഉണങ്ങുന്നില്ല. അത് ഓരോ ദിവസം ചെല്ലുന്നതോറും എനിക്ക് കൂടി വരുവാണ്. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യാനാ? എനിക്ക് ക്ഷമിക്കാം. അത് തന്നെയല്ല, മിഡ് ഡേ വിഷൻ വന്നു. ആളുടെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞതാണ് കൺവിൻസ് ചെയ്യണമെന്ന്. മിഡ് ഡേ വിഷൻ വന്നപ്പോഴും ആൾ എൻ്റെ പേര് കുത്തി. ഇത്രയും പേര് ആ പേര് എൻ്റെ പേര് കുത്തിയാലേ എനിക്ക് അത്രയും വിഷമം വരത്തില്ല. ഇയാളോട് പറഞ്ഞതാണോ ലാലേട്ടൻ കൺവിൻസ് ചെയ്യണമെന്ന്? അതുപോലും മറന്ന് അപ്പോഴും എനിക്ക് ക്ഷമിക്കാനുള്ള ഓപ്ഷൻ എന്നല്ല. ചിലപ്പോൾ എൻ്റെ മനസ്സൊന്നും അലിഞ്ഞേനെ, അയ്യോ എന്നെ ഇയാൾ മാത്രം കുത്തിയില്ലോ. പക്ഷെ അവിടെ പോലും അയാൾ എന്നെ പുറത്താക്കാൻ അല്ലെങ്കിൽ മിഡ് ഡേ വിഷനിലാക്കാനാണ് നോക്കിയത്. പിന്നെ ഞാൻ എന്ത് കാരണത്തിലാണ് ക്ഷമിക്കേണ്ടത്? ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ പറയില്ല, ക്ഷമിക്കാൻ പറയില്ല. എൻ്റെ മനസ്സിനെയാണ് അത്രയും പേരുടെ മുന്നിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. അതായത് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ വന്ന് 10-12 ദിവസം കഴിഞ്ഞ് വിളിച്ചാലും ഓക്കെ, ഞങ്ങൾ തമ്മിലുള്ള ശത്രുത കൊണ്ടോ അല്ല ഇവിടെ വന്നുള്ള ശത്രുത കൊണ്ടോ എനിക്ക് ആരും ശത്രുക്കളില്ല. പുറമേന്ന് എന്തൊക്കെ ഒരുപാട് വിവാദങ്ങൾ അടിമപ്പെട്ട് തന്നെയാണ് ഞാൻ നിന്നതും. അപ്പൊ ഇവിടെ വന്നിട്ട് ആ ഒരു പേരിലല്ലേ എന്നെ അങ്ങനെ വിളിച്ചത്. എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കത് ക്ഷമിക്കാൻ പറ്റൂല. താങ്ക് യു ബിഗ് ബോസ്.